ഹായ് ഫ്രണ്ട്സ്, പ്രൂല ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സീലിംഗ് ഫാൻ കംപ്ലൈൻറ്റ് നോക്കുന്നതാണ്. സാധാരണ രീതിയിൽ സീലിംഗ് ഫാൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നോക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് ഫാനിൻ്റെ കപ്പാസിറ്റർ പോയോ എന്നുള്ളത്. ഫാനിൻ്റെ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഫാനിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റലാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഫാനിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതുപോലെ ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. ഫാൻ ഷോർട്ടായി കഴിഞ്ഞാൽ ബോഡിയിലേക്ക് കറണ്ട് വരാനും മറ്റും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഹുക്കിലേക്കും കറണ്ട് പാസ് ചെയ്ത് വീട് മൊത്തമായും കറണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഫാനിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടി പോകുമ്പോൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകാം. സീലിംഗ് ഫാൻ കംപ്ലൈൻറ്റ് നോക്കുന്ന സമയത്ത് ലീഫ് സെറ്റ് ചെയ്ത സ്ക്രൂവിൻ്റെ മുകളിൽ ടെസ്റ്റർ വെച്ച് ബോഡിയിലേക്ക് കറണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഫാനിൻ്റെ ലീഫിലും ബോഡിയിലും മൊത്തം കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോട്ടോർ വൈൻഡിങ് കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യാതെ നമ്മൾ കപ്പാസിറ്റർ മാറ്റാൻ വേണ്ടി അയക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. കപ്പാസിറ്ററിൻ്റെ വയർ വിട്ടതാണോ കണക്ഷൻ കിട്ടായ്മയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാത്ത ഫാനാണെങ്കിൽ നമ്മൾ നേരെ കണക്ടറിൻ്റെ ഭാഗത്ത് കണക്ഷൻ റെഡിയാണോ എന്ന് നോക്കാൻ വേണ്ടി ബോഡിയിൽ തൊടുന്ന സമയത്ത് നമുക്ക് ഷോക്ക് ഏൽക്കും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ബോഡിയിൽ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കപ്പാസിറ്ററും അതുപോലെ തന്നെ കണക്ഷനും ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. വളരെ എളുപ്പത്തിൽ കപ്പാസിറ്റർ മാറ്റാം എന്ന് കരുതി സാധാരണ രീതിയിൽ വീട്ടുകാർ തന്നെ കപ്പാസിറ്റർ മാറ്റാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഫാനിൻ്റെ മെറ്റൽ പാർട്ടായ സ്ക്രൂ അതുപോലെ തന്നെ പെയിൻറ് പോയ ഭാഗത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.